to a new session. 90 plus my tuition. Hi, hello. Hello, my dears. Hi. Hi, dears. Good evening. Please turn on your cameras. Hi, hello. Hi. My dears, please command your greetings. Hi, good evening. Good evening. Yes, മോന്റെ പേരെന്താ? Good evening, miss എന്ന് പറഞ്ഞ കമന്റ് ചെയ്ത ആളുടെ മോന്റെ പേരൊന്ന് പറയാമോ? അപ്പൊ സാറ് മോനോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. വേറൊന്നുമല്ല, മോന്റെ പേരെന്താന്ന്. ഓക്കെ, ജസ്റ്റ് നെയിം പ്ലീസ്. ശ്രുതി. യെസ്, ശ്രുതിയുടെ പേര് യെസ് മാമിന് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അഞ്ജലി. അഞ്ജലിയുടെ പേര് ഇവിടത്തെ ഇത് വെച്ചാണ് എടുക്കുന്നത്. സോ മാമിന് അഞ്ജലിന്ന് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ശ്രുതി. ഹായ്, ഹലോ ശ്രുതി, വേർ ആർ യു ഫ്രം? സർ പ്ലീസ് ശ്രുതിനെ ഒന്ന് അൺമ്യൂട്ട് ആക്കാമോ? Blessing. Hi, Blessing. Hi, Miss. Hi, Shruti. Where are you from? I'm from Kozhikode. Kozhikode. Okay. Yes. ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നോ? ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് ഉണ്ടായിരുന്നു. നാളെ ക്ലാസ് ഉണ്ടോ? നാളെ ക്ലാസ് ഉണ്ട്. ബസ് സ്റ്റോപ്പിലാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ സ്കൂളൊന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഓക്കെ. യെസ്. ഓക്കെ, ശ്രുതി ബസ്സിനാണോ പോകുന്നത്? പ്രൈവറ്റ് ബസ്സിനാണോ സ്കൂളിൽ പോകുന്നത്? മധുരം ഉണ്ടാക്കും. അപ്പൊ പ്രശ്നേ ഇല്ല. ഓക്കെ ഓക്കെ ശ്രുതി, പിന്നെ എങ്ങനെയുണ്ട്? പുതിയ വർഷമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു. സോ നമ്മള് 2nd ജൂലൈ മന്തിലേക്ക് കടന്നു. എങ്ങനെയുണ്ടായിരുന്നു? ന്യൂ സ്കൂൾ ആണോ അതോ ഓൾഡ് സ്കൂൾ തന്നെയാണോ? ന്യൂ ഫ്രണ്ട്സ് ആണോ? എങ്ങനെയാ? ഓൾഡ് സ്കൂൾ തന്നെ. ഓൾഡ് ഫ്രണ്ട്സ്. ഇപ്പൊ പുതിയ ഫ്രണ്ട്സ് ഒക്കെ വന്നപ്പോ നമ്മള് നല്ല ഫ്രണ്ട്സ് ആയി. ഓക്കെ, യെസ്, പുതിയ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? ഓക്കെ, യെസ്. അപ്പൊ വൈബ് അടിച്ച് നടക്കുകയാണെന്നാണ് ശ്രുതി പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് അഞ്ജലിയോട് ചോദിക്കാം. അഞ്ജലി ആണെങ്കിൽ ഫസ്റ്റ് എനിക്കൊരു വിഷ് തന്നത് ഗുഡ് ഈവനിങ് മാം എന്ന് പറഞ്ഞിട്ട്. സോ ലെറ്റ്സ് അൺമ്യൂട്ട് അഞ്ജലി. അഞ്ജലി, ഹായ്. അഞ്ജലി, ഐ കാൻറ്റ് സീ യു. പ്ലീസ് ടേൺ ഓൺ യുവർ ക്യാമറ. Yes, Anjali. Okay. Hi, hello, Anjali. Good evening. ഗുഡ് ഈവനിങ്. അഞ്ജലി ഷൈ ആണോ? ക്യാമറ ഓഫ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. ഞാൻ അങ്ങനെ ഷൈ ഒന്നല്ല മാം. ഓക്കെ, വൈ ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നേ? അഞ്ജലി, അറിയത്? ഓക്കെ സർ, നെക്സ്റ്റ് നമുക്ക് ബ്ലെസനെ വിളിക്കാം. ബ്ലെസൻ നമുക്ക് ക്ലാസ് ഫസ്റ്റ് നേരത്തെ വന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു, മാമിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഹായ് ബ്ലെസൻ. ഹായ്. ഹായ്. ബ്ലെസന്റെ കൂടെ ആരാ അവിടെ നിൽക്കുന്നത്? ബ്ലെസന്റെ ബ്രദർ ആണോ? യങ്ങർ ബ്രദർ ആണോ? എത്ര ക്ലാസ്സിലാവാൻ പഠിക്കുന്നേ? അഞ്ചിലാണ്. ഓക്കെ, മാം അങ്ങനെ ചോദിച്ചപ്പോ വേഗം ആള് പുറകിലേക്ക് പോയല്ലേ? ഓക്കെ ബ്ലെസ. ഓക്കെ, ഫുഡൊക്കെ കഴിച്ചോ ബ്ലെസ? കഴിച്ചിട്ടില്ല. ഓക്കെ, എങ്ങനെയുണ്ട്? നമ്മൾ ഇന്ന് ഈ പുതിയൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? എല്ലാം പഴയതുപോലെ തന്നെ മാം. എന്നെ കൺഫ്യൂസിങ് ആക്കല്ലേ അല്ലേ? പുതിയ സ്കൂൾ ആണോ അതോ പഴയ സ്കൂൾ പുതിയ ഫ്രണ്ട്സ് ആണോ? രണ്ട് മിക്സ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങള് കുറെ അധികം ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലായി അല്ലെ? അല്ല, എനിക്ക് മനസ്സിലായി. എന്തായാലും നല്ലൊരു ശീലാണ് കേട്ടോ. കുറെ അധികം ഫ്രണ്ട്, നമുക്കറിയാം നമ്മളിപ്പോ സൊസൈറ്റിയില് നമ്മൾക്ക് ഇങ്ങനെ മുന്നൊക്കെ ആണെങ്കിൽ നമുക്ക് അധികം കുറച്ചൊരു എന്താ ഷൈ ഒക്കെ ആയിരിക്കും പുതിയ ആളോട് പോയി സംസാരിക്കാം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇപ്പൊ പറയുന്നത് നമുക്ക് പുതിയ ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് പുതിയ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാണ് എല്ലാവരും. ഓക്കെ, അതെന്തായാലും നല്ലൊരു ഇതാണ്. ആൻഡ് ഒരുപാട് ഫ്രണ്ട്ഷിപ്സ് ഒക്കെ ഉണ്ടാകട്ടെ, നല്ല നല്ല ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാകട്ടെ. ഒരു സ്ഥലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ 2 തരത്തില്, എസ്പെഷ്യലി നിങ്ങളുടെ ഈ ഒരു കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് 2 തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് നിങ്ങളെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, നല്ല ഉയർന്നു പോകാനും. അതുപോലെ തന്നെ കുറച്ച് ബാഡ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അതിലേക്ക് പോകാനും. ഓക്കെ, മാം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിട്ടുണ്ട്. ഒരുപാട് ഇപ്പൊ നിങ്ങൾ അഡോളസന്റ് ഗ്രൂപ്പിലുള്ളവരുടെ ബാഡ് ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരുപാട് ഓറിയന്റേഷൻ ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, സോഷ്യൽ മീഡിയ വഴി കിട്ടുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കിട്ടുന്നുണ്ട്. അപ്പോൾ എപ്പോഴും
ഗുഡ് വൺ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, എന്തായാലും ഗുഡ് വൺ നല്ല രീതിയിൽ സെലക്ട് ചെയ്യുക ആൻഡ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം, നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യുക, ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യുക. അതുമായിട്ടൊരു ടോപ്പിക്കാണ് മാം എന്ന് വന്നിരിക്കുന്നത്. ആൻഡ് അതിനു മുമ്പ് ജസ്റ്റ് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മൈ നെയിം ഈസ് പ്രിയ യതീന്ദ്രൻ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബയോളജി ടീച്ചറാണ്, 90+ ബയോളജി ടീച്ചറാണ് ഞാൻ. ഓക്കെ, യെസ്. ഓക്കെ, ഇപ്പോൾ ലോവർ ഗ്രേഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്നുള്ള സെപ്പറേഷൻ ഉണ്ടാകില്ല. സോ ദെൻ നമ്മൾ എന്തെടുക്കും, സയൻസ് ആണ് എടുക്കുന്നത്. ആൻഡ് ഇപ്പോൾ 8th to 10th ക്ലാസ്സസ് ആണെങ്കിൽ നമ്മൾ ബയോളജി എടുക്കും. പിന്നെ മാം ഹയർ സെക്കൻഡറിയിൽ എടുക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറിയിലാകുമ്പോൾ കുറച്ചും കൂടി സ്പെസിഫൈ ചെയ്ത് എൻ്റെ സ്വന്തം സബ്ജക്റ്റ് ആയ സുവോളജി ഞാൻ എടുക്കും. ഓക്കെ, ആക്ച്വലി ബയോളജിക്ക് 2 പാർട്ടുണ്ട്, സുവോളജി ആൻഡ് ബോട്ടണി. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഇഫ് നിങ്ങൾക്ക് എൽഡർ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടാവും. സുവോളജി എന്ന് പറയുന്നത് ആനിമൽസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ആൻഡ് ബോട്ടണി എന്ന് പറയുന്നത് പ്ലാന്റ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ബയോളജിയിൽ മെയിൻ ആയിട്ട് ഇത് രണ്ടാണ് വരുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിസീസസ് ആണ് കേട്ടോ. ഡിസീസസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ടോപ്പിക്കിനേക്കാൾ ഉപരി ഇതിൽ ഒരുപാട് നമ്മൾ ഡെയിലി നമ്മൾ ലീഡ് ചെയ്യേണ്ട കുറേയധികം കാര്യങ്ങൾ മാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, യെസ്. വാട്ട് ഈസ് ഡിസീസ്? My first question, what is a disease? Who can say that? What is a disease? മലയാളത്തിൽ പറയാട്ടോ, എന്താണ് ഡിസീസ്? ഡിസീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? വാട്ട് ഈസ് എ ഡിസീസ്? ഇതൊരു മാനിനെ, ഒരു കാർട്ടൂൺ ക്യാരക്ടറിനെ യു ക്യാൻ സീ. ആൻഡ് ഇത് പുള്ളിക്കാരൻ ഓടാണ് അല്ലേ? വൈ? എന്തോ പേടിച്ചോടുന്ന പോലെ ഉണ്ട് കണ്ടിട്ട് അല്ലേ? എന്തിനാ പേടിക്കുന്നത്? മുകളിൽ കുറച്ച് ആൾക്കാർ പേടിപ്പെടുത്താൻ വന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, അവരാണ് അപ്പോൾ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ. അവരെ കണ്ടിട്ടാണ് ഓടുന്നത്. അപ്പോൾ എന്താണ് ഡിസീസസ്? എന്താണ്? വാട്ട് ഈസ് എ ഡിസീസ്? ഓക്കെ, who can say? Please raise your hand. And guys, be bold. If answer തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്ത് മാമിനോട് പറയാം. ഓക്കെ, ആരും നിങ്ങളെ ഇവിടെ കളിയാക്കാനോ ഒന്നും പോകുന്നില്ല. എനിക്ക് നിങ്ങളെ എനിക്ക് മാത്രമേ നിങ്ങളെ കാണാൻ പറ്റുള്ളൂ. അതേഴ്സ് ക്യാൻ നോട്ട്. ഓക്കെ, വേറെ ഇവിടെ ക്ലാസ്സിലിരിക്കുന്ന ആരും കാണാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അഞ്ജലിക്ക് ശ്രുതിനെ കാണാൻ പറ്റുന്നുണ്ടോ? ശ്രുതിക്ക് ബ്ലെസ്സിനെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? നോ, യെസ്, ഓൺലി മീ. എന്നെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഷൈയും അടിക്കണ്ട. ഇനി ഞാൻ പറയുന്നത് ശ്രുതി ഇപ്പൊ വിചാരിക്കുകയാണ്, ഞാൻ പറയുന്നത് അഞ്ജലി കേട്ട് എനിക്ക് നാണക്കേടായി, ബ്ലെസ്സൻ കേട്ട് എന്തൊക്കെയാണ് അവർ എന്നെ കുറിച്ച് വിചാരിക്കുക, എന്നെ അവർ കണ്ട്, എന്റെ മുഖം കണ്ട്, അങ്ങനെയുള്ള സംഭവമൊന്നും വേണ്ട ആർക്കും. ആരെയും കാണുന്നില്ല. ഓക്കെ, അങ്ങനെയുള്ള സെറ്റിങ്സ് ഒക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് സാറ്. ഓക്കെ, യെസ്. അപ്പോ കമോൺ സേ, എന്താണ് ഡിസീസ് എന്ന് പറയുന്നത്? or what is a disease? ഞാൻ പറഞ്ഞു, മലയാളത്തിൽ പറയാം, ഇംഗ്ലീഷിൽ ഞാൻ പറയണല്ലോ. അത് എങ്ങനെയാ എന്നൊന്നും ചിന്തിക്കേണ്ട. കമോൺ, നിങ്ങളുടെ മനസ്സിൽ എന്ത് ഐഡിയ ആണോ വന്നത് അത് നിങ്ങൾക്ക് പറയാം. ഓക്കെ, പുതിയതായിട്ട് ഇപ്പൊ തന്നെ വന്ന് കുറച്ച് ലേറ്റ് ആയിട്ട് വന്ന കുറച്ച് ലേറ്റ് ജോയിനേഴ്സ് ഉണ്ട്. ഓക്കെ, എന്ത് പറ്റി ലേറ്റ് ആയതോ? 7:30 നമ്മുടെ ക്ലാസ്, സോറി 8 o'clock നമ്മുടെ ക്ലാസ് വരുന്നത്. സർ, ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ക്ലാസ് എത്രയാണോ? മുഹമ്മദ് ഒരു പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. സി ഗൈസ്, നിങ്ങളിപ്പോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ഈ ചാപ്റ്റർ നിങ്ങൾ കാണില്ല. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ മറക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരു ടോപ്പിക്കാണ് മാം കൊണ്ടുവന്നിട്ടുള്ളത്. ബയോളജിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് മാം കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ക്ലാസ്സിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിൻ എയിം എന്ന് പറയുന്നത്, നമ്മുടെ 90+ ക്ലാസ്സസ് എങ്ങനെയാന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് തരാം. 90+ ക്ലാസ്സസ് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ ഒരു ടോപ്പിക് മാത്രമാണ് മാം ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓൾറെഡി നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ടോപ്പിക് ഒന്നും ആയിരിക്കില്ല. നിങ്ങളുടെ കമ്മിങ് ചാപ്റ്റേഴ്സിൽ എവിടെയെങ്കിലും ഉള്ള ഒരു ടോപ്പിക് ആയിരിക്കും. അഫ്കോഴ്സ്, ഗോട്ട് ഇറ്റ്? യെസ്. അപ്പൊ പറഞ്ഞോ, എന്താണ് ഡിസീസ്? ഡിസീസ് എന്നാൽ എന്ത്? പ്ലീസ് റേസ് യുവർ ഹാൻഡ്. മാം, ഐ ക്യാൻ സീ. പ്ലീസ് റേസ് യുവർ ഹാൻഡ്. യെസ്, ശ്രുതി പറഞ്ഞോളൂ. ഡിസീസ്. ഇവിടെ ഇത്രയും പുരുഷ ജനങ്ങൾ ഇരുന്നിട്ട് ഒരു പെൺകുട്ടി മാത്രമാണ് വന്നിരിക്കുന്നത്. കഷ്ടം തന്നെ ഗൈസ്, കഷ്ടം. ഓക്കെ, യെസ്. ഡിസീസ് നമ്മള് ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ ഒരു ഡിസീസ് വന്നാൽ മറ്റൊരാൾക്കൊരു ബാധിക്കുന്ന ഒരു ഒരാൾക്ക് ഒരു ഡിസീസ് വന്നാൽ അപ്പോഴവിടെ ഒരു ഡിസീസ് വന്നു. ആ ഡിസീസ് എന്താണ് എന്റെ ക്വസ്റ്റ്യൻ?
പെട്ടു. സാർ ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്താരാ? അൽഹാൻ. അൽഹാൻ. ഓ, ഞാൻ ബോയ്സ് വേഴ്സസ് ഗേൾസ് വാർ അവിടെ സെറ്റ് ചെയ്തപ്പോ അൽഹാൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മാം എനിക്കറിയാം, എന്നോട് ചോദിക്കും മാം, എന്നോട് ചോദിക്കൂ. ഓക്കെ, യെസ് അൽഹാൻ, കമോൺ സേ അൽഹാൻ. പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ അൽഹാൻ. ഞാൻ അൽഹാൻ ഇത്ര ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ട് അൽഹാൻ പറയാണ്ടിരിക്കരുത്. ഓക്കെ, യെസ് ഗൈസ്, അൽഹാൻ അൺമ്യൂട്ട് ആക്കുന്നില്ല ഗൈസ്. ഓക്കെ, അൽഹാനെ രക്ഷിക്കാനായിട്ട് ഇവിടെയുള്ള ഏതെങ്കിലും ബോയ്സിന് പറ്റുമോ? ഏതെങ്കിലും ബോയ്സിന് ഈ ഞാൻ വെല്ലുവിളിച്ചതിന്റെ ആ ഒരു മാനം കാക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ കമോൺ റേസ് യുവർ ഹാൻഡ് മൈ ഡിയേഴ്സ്. ബ്ലെസഡ് ആൻഡ് ബ്ലെസഡിന് അപ്പുറം ഇരിക്കുന്ന ആര് സർ? ഇന്ദ്രവിനായക്. വലിയ പേരാ, ഞാൻ വിനായക് എന്ന് വിളിക്കാം. വിനായകിന് പറ്റുമോ? വാട്ട് ഈസ് എ ഡിസീസ്? കമോൺ സേ. ശ്രുതി എന്തോ പറഞ്ഞു, ശ്രുതിക്ക് അത് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. ഓക്കെ ശ്രുതി, അപ്പൊ ശ്രുതിനെ സപ്പോർട്ട് ചെയ്യാൻ ഗേൾസിന് വരാം. ഇനി ഗേൾസിന് ഓപ്പോസിറ്റ് പറയാനായിട്ട് വിനായക്, ബ്ലെസൻ ഇവർക്കൊക്കെ വരാം. ഓക്കെ, യെസ് മുഹമ്മദിനൊക്കെ പറയാം കേട്ടോ. അൽഹാൻ എന്തോ ഹാൻഡ് റൈസ് ചെയ്ത് പോയി. 2 മുഹമ്മദ് ഉണ്ട് നമ്മുടെ ക്ലാസ്സിൽ. ഓക്കെ സർ, വിനായക് പറഞ്ഞോളൂ. ഒറ്റ തവണ ടാപ്പ് ചെയ്താൽ മതി മോനെ. ഇവിടെ ഒരു സർ ഇവിടെ നിന്ന് ഒരു റിക്വസ്റ്റ് ആയിരിക്കും അൺമ്യൂട്ട് ചെയ്യാനായിട്ട്. ജസ്റ്റ് 1 ടൈം ടാപ്പ് ചെയ്താൽ മതി. യെസ് പറഞ്ഞോ. എന്താ പറയണ്ടേ? ക്വസ്റ്റ്യൻ കേട്ടില്ലേ? അപ്പോ എന്താണ് ഡിസീസ്? വാട്ട് ഈസ് എ ഡിസീസ്? രോഗങ്ങളാണ്. അതെന്നെ രോഗങ്ങളാണ് കേട്ടോ. ശ്രുതി ആക്ച്വലി വിനായകൻ അവിടെ ആരാ ഹെൽപ്പ് ചെയ്തത്? അമ്മയായിട്ട് ഹെൽപ്പ് ചെയ്ത്. അപ്പൊ പിന്നെ എന്തായാലും ശ്രുതി തന്നെ ഇവിടെ സ്കോർ ചെയ്ത് എന്തൊക്കെയോ പറയാനായിട്ട്. ഓക്കെ, അപ്പൊ വിനായകൻ പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. രോഗങ്ങളാണ് ഡിസീസസ് എന്ന് പറയുന്നത് കേട്ടോ. ബ്ലെസൻ, ഡിസീസസ് എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ. ശ്രുതി ഇങ്ങനെ പറയാണ്, നമുക്കിപ്പോ ഒരു ഡിസീസ് ബാധിച്ച് അടുത്ത ആൾക്ക് സ്പ്രെഡ് ചെയ്യാം, അങ്ങനെ കുറെ പോയി. അപ്പോഴും ഞാൻ ചോദിച്ചു അവിടെ ഒരു ഡിസീസ് ബാധിച്ചു, ആ ഡിസീസ് എന്താണ്? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ രോഗങ്ങളാണ്. സിംപ്ലി ഡിസീസ് എന്ന് പറഞ്ഞാൽ രോഗങ്ങളാണ്. നമുക്കൊരു പനി വരുമോ, അതിനെ നമുക്ക് എന്ത് പറയാം? ഡിസീസ്. ഇറ്റ്സ് എ ഡിസീസ്. ഓക്കെ, വൈറൽ ഫീവർ ഈസ് എ ഡിസീസ്. ഓക്കെ, യെസ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള രോഗങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ട് അല്ലെ? യെസ്, അപ്പോ കൂടുതൽ രോഗങ്ങൾക്കും കാരണമാകുന്നത് ആരാണ് കാരണമാകുന്നത്? മൈക്രോ ഓർഗാനിസംസ്. Have you heard about this word? Microorganisms. Microorganism എന്താ? Just comment what is microorganism. Microorganisms എന്താണ് മൈക്രോ ഓർഗാനിസം? എല്ലാവർക്കും ഇത് എല്ലാം യെസ് മാം ഐ നോ ദാറ്റ്, ബട്ട് എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ കിട്ടുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് മക്കളെ. നിങ്ങൾ തെറ്റിച്ച് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. ഞാൻ പുതിയതായിട്ട് എടുക്കുന്ന ഒരു ടോപ്പിക്കാണ് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് തെറ്റിക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നതെങ്കിൽ തെറ്റിച്ച് കഴിഞ്ഞാൽ എന്നെ നല്ല അടി കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് എന്താണ്? മൈക്രോ ഓർഗാനിസം കമന്റ് ചെയ്തേ. ബ്ലെസ, വിനായക്, അൽഹാൻ, അഞ്ജലി എല്ലാവരും കമന്റ് ചെയ്തേ. മുഹമ്മദ് കമന്റ് ചെയ്തേ. എന്താണ് മൈക്രോ ഓർഗാനിസംസ്? ആ പേരിൽ തന്നെ ഉണ്ട് അവര്. മൈക്രോ, ദേ ആർ മൈക്രോ. ഓക്കെ, യെസ്, മൈക്രോ ഓർഗാനിസംസ്. കമോൺ കമന്റ് ചെയ്യൂ. കാര്യമായിട്ട് എല്ലാവരും എന്തോ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ എനിക്ക് കാണാം. അൽഹാൻ, മൈക്രോ ഓർഗാനിസംസ് തന്നെയാണ്. എനിക്ക് കമന്റ് ഇട്ടേക്കാം മൈക്രോ ഓർഗാനിസംസ്. മുഹമ്മദ് കമന്റ് ചെയ്തിട്ടുണ്ട്, കണ്ണിൽ കാണാത്ത ജീവികൾ. അഞ്ജലി, മൈക്രോ ഓർഗാനിസംസ് ആർ ഓർഗാനിസംസ് മാം. ഓർഗാനിസംസ് ആണെന്ന് എനിക്കറിയാം. ഓക്കെ, ബ്ലെസൻ, സ്മോൾ ഓർഗാനിസംസ്. ഓക്കെ, യെസ്, ദെൻ നെക്സ്റ്റ്. വിനായക്, there is no answer from you. Alhan, or cannot be seen. Okay, Alhan. Okay, now you are right, Alhan. Shruti, microorganisms are type of organisms and cannot be seen. It will affect our eyes and brain. Okay, Shruti. Okay, then any other answers?
ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് നിങ്ങൾക്ക് അതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കറക്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞത്. മൈക്രോ ഓർഗാനിസംസ് ആർ, ഞാൻ പറഞ്ഞു ഓൾറെഡി, ദേ ആർ മൈക്രോ. ദാറ്റ് മീൻസ് എന്താണ്? ദേ ആർ മൈക്രോസ്കോപ്പിക് ആണ്. ഓക്കെ, ദേ ആർ മൈക്രോസ്കോപ്പിക്. വാട്ട് ഡു യു മീൻ മൈക്രോസ്കോപ്പിക്? മൈക്രോസ്കോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി കനോട്ട് സീ വിതൗട്ട് നേക്കഡ് ഐസ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് അവരെ കാണാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ നമുക്ക് എന്തിന്റെ സപ്പോർട്ട് വേണം? മൈക്രോസ്കോപ്പിന്റെ സപ്പോർട്ട് വേണം. ഓക്കെ, ഓൺലി മൈക്രോസ്കോപ്പിലൂടെയാണ് നമുക്ക് അവരെ കാണാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് വി കനോട്ട് സീ വിതൗട്ട് നേക്കഡ് ഐസ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട്, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നേരിട്ട് നോക്കി കഴിഞ്ഞാൽ അവരെ കാണാനായിട്ട് പറ്റില്ല. സിംപ്ലി ഐ ക്യാൻ എക്സ്പ്ലെയിൻ ദാറ്റ്. അതായത് ഇവിടെ ചുറ്റും എന്താണ്, ഇപ്പോൾ മാമോട് സംസാരിക്കുന്നുണ്ട്, മാമിന്റെ കയ്യിൽ പെൻ ഉണ്ട്, ആൻഡ് മാമിന് ഇവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ഡെസ്ക്, ഒരു ഇതുണ്ട്, സ്റ്റാൻഡ് ഉണ്ട്, ആൻഡ് എൻ്റെ മുന്നിൽ ഒരു ടാബ് ഉണ്ട് എനിക്ക് എഴുതാനൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഇവിടെ ഉണ്ട് അല്ലെ, ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഇവിടെ ഉണ്ട്. ബട്ട് എനിക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. ബ്ലസൻ അവിടെ ഇരിക്കുന്നുണ്ട്, ആ ചെയറിൽ പിടിക്കുന്നുണ്ട്, ആ ചെയറിലുണ്ട് ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് അല്ലെ. നിങ്ങളുടെയൊക്കെ കയ്യിലുള്ള പെന്നുണ്ട്, നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സസ്, നിങ്ങൾ സ്കൂളിൽ ഡെയിലി കൊണ്ടുവന്ന ബാഗ്, അതിലൊക്കെ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിരുന്നു അല്ലെ. നമ്മളെടുത്ത് ഏതെങ്കിലും ഒരു ഈച്ച വന്നിരിക്കുന്ന കഴിഞ്ഞാൽ നമ്മൾ അതിനെ നൈസായിട്ട് ഇങ്ങനെ കളയും. അതുപോലെ കൊതുകാണ് വന്നിരിക്കുന്നത്, നമ്മൾ അതിനെ അടിച്ച് കൊന്നു കളയും അല്ലെ. യെസ്, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് അവർ എടുത്തെടുത്ത് കളയായിരുന്നു. പക്ഷെ ഇവരെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ദാറ്റ്സ് വൈ ഹി ഈസ് റണ്ണിങ്. അതുകൊണ്ടാണ് ഇയാൾ ഓടുന്നത്. ഓക്കെ, എവിടെ എന്താണെന്നൊന്നും അറിയില്ല. നമ്മൾ അങ്ങനെ പേടിച്ചിരുന്ന് പോകുന്ന അവസ്ഥയാണ് ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ കേസിൽ. സോ നമുക്ക് കൊറോണ കാലഘട്ടത്തിലേക്ക് നമ്മൾ ഓർത്ത് നോക്കിയാൽ മനസ്സിലാവും. കൊറോണയിൽ നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു അല്ലെ. യെസ്, വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. നമ്മൾ എല്ലാവരും ആക്ച്വലി ഒളിച്ചോടുകയായിരുന്നു. എവിടെ നിന്ന്? കൊറോണയിൽ നിന്ന്. ആക്ച്വലി അത് വെരി മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു നമുക്ക്. അതുകൊണ്ട് നമ്മൾ ഒരു ഇതൊക്കെ ഉണ്ടാക്കിയിരുന്നു. നമ്മൾ ബ്രേക്ക് ദ ചെയിൻ എന്ന് പറഞ്ഞിട്ടല്ലേ, സാനിറ്റൈസർ യൂസ് ചെയ്യുക, ബ്രേക്ക് ദ ചെയിൻ. ആ ഒരു കൊറോണ ഇങ്ങനെ ചെയിൻ പോലെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രെയിൻ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിൽ തന്നെ ഇരിക്കണം. നമ്മൾ ഒരു കൊല്ലാണ് വീട്ടിലിരുന്നത് അല്ലേ. ഒരു കൊല്ലം നിങ്ങൾ സ്കൂളിൽ പോയിട്ട് സുഖമായിട്ട് ഓടിച്ചാടി കളിച്ച് നടന്നു. ഓക്കെ, യെസ്. ഇനി ഇതുപോലുള്ള ന്യൂസസ് നമുക്ക് ഇപ്പൊ കാണാൻ പറ്റും. ഡിസീസസ് ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്യുന്ന നമ്മളെ എസ്പെഷ്യലി റെയിനി സീസൺസിലാണ്. ഓക്കെ, സോ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ആർക്കൊക്കെ ഈ ക്ലാസ്സിൽ ന്യൂസ് പേപ്പർ റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാബിറ്റ് ഉണ്ട്? മോർണിംഗ് തന്നെ ന്യൂസ് പേപ്പർ എനിക്ക് കിട്ടണം എന്നുള്ളൊരു ഹാബിറ്റ് ഉള്ള എത്ര പേര് ഈ കൂട്ടത്തിലുണ്ട്? സത്യസന്ധമായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. ഓക്കെ, എനിക്ക് പേപ്പർ കാലത്തൊന്ന് കണ്ട് ഇങ്ങനെ നോക്കിയിട്ടെങ്കിലും എനിക്ക് സ്കൂളിൽ പോകാനായിട്ട് പറ്റുള്ളൂ. യെസ് ശ്രുതി, ബ്ലസൻ, ഓക്കെ, യെസ്. ഞാൻ മുന്നേ വേറെ ക്ലാസ്സിലൊക്കെ പോകുന്നതിനേക്കാൾ ഇത്രയും ബെറ്റർ ആണ് നിങ്ങൾ. ഓക്കെ, രണ്ടുപേരെങ്കിലും ഉണ്ടല്ലോ, അവിടെ സാധാരണ ഉണ്ടാവാറില്ല ആരും. വെരി ഗുഡ് കുട്ടികളെ, നല്ലൊരു ഹാബിറ്റ് ആണ് കേട്ടോ അത്. എല്ലാവരും ഇങ്ങനെ തന്നെ അത് കണ്ടിന്യൂ ചെയ്യണം. വൺസ് നിങ്ങൾ അഭാൻ കൂടി ഉണ്ട് കേട്ടോ, അഭാൻ ഉണ്ട്. വെരി ഗുഡ് അബാൻ, ശ്രുതി ആൻഡ് ബ്ലസൻ, ഇത്രയും പേര് ക്ലാസ്സിൽ ഉണ്ടായിട്ട് 3 പേർക്ക് മാത്രമേ ഈ ഒരു ശീലമുള്ളൂ എന്ന് പറയുന്നത് തന്നെ വളരെ ഷെയിംഫുൾ ആണ്. ഓക്കെ ബ്ലസ്, അല്ല ഓവർ ഹാൻഡ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സീസണിൽ എസ്പെഷ്യലി ജൂൺ ജൂലൈ മാസങ്ങളിൽ യു ക്യാൻ സീ ദിസ് കൈൻഡ് ഓഫ് ന്യൂസസ്. ഓക്കെ, ഇതുപോലെയുള്ള ഒരുപാട് ന്യൂസസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താ? റാറ്റ് ഫീവർ, എലിപ്പനി പടരുന്നു. ഓക്കെ, ഡെങ്കു ഫീവർ, ഡെങ്കുപ്പനി പടരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറേ അധികം സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കം ബാധിച്ചു. അതാണ് കണ്ടേജിയസ് ഡിസീസസ് ഫുൾ ഓഫ് ഫ്ലഡ്സ്. അതായത് വെള്ളപ്പൊക്കം, വെള്ളം പൊങ്ങി വെള്ളം ഇറങ്ങി പോയതിനു ശേഷം അവിടെ ഒരുപാട് രോഗങ്ങൾ പടരുകയാണ്. പിന്നെ ഈ വെള്ളപ്പൊക്കം ബാധിച്ച സ്ഥലങ്ങൾ, ഫ്ലഡ് അഫക്റ്റഡ് ഏരിയാസിലൊന്നും എന്തില്ല? കുടിവെള്ളം ഇല്ല, കുടിവെള്ളത്തിനായിട്ട് കഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ഒരു റെയിനി സീസണിൽ നമ്മളെ നല്ല രീതിയിൽ ഹിറ്റ് ചെയ്തില്ലെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിലുള്ളവർ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ നമുക്ക് പേപ്പറിൽ നിന്ന് അറിയാനായിട്ട് പറ്റും അല്ലെ. അപ്പോ ഈ റാറ്റ് ഫീവർ എന്നൊക്കെ പറയുന്നത്, റാറ്റ് ഫീവർ ഉണ്ടാക്കുന്നത് ഈസ് എ ബാക്ടീരിയ. ഓക്കെ, ആ ഒരു ബാക്ടീരിയ നമുക്ക് വി കാൻ സീ, നമുക്ക് അവരെ കാണാനായിട്ട് പറ്റില്ല അല്ലെ. റാറ്റിലൂടെയാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്. അത് സ്പ്രെഡ് ചെയ്യുന്ന ആളാണ് ചെയ്യുന്ന ആളാണ് റാറ്റ്. അതുപോലെ തന്നെ ഡെങ്കു ഫീവർ ഉണ്ടാക്കുന്നത് ഒരു മൈക്രോ ഓർഗാനിസം ആണ്. ആൻഡ് ഡെങ്കുവിന് നമുക്ക് ഡെങ്കു ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസം നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഡെങ്കുവിന് കാരണമാകുന്ന ആരാണ്? ഒരു മൊസ്കിറ്റോ ആണ് അല്ലെ. യെസ്, അപ്പൊ അങ്ങനെ ഇങ്ങനെ ഒരുപാട് ഡിസീസസ് ഇപ്പൊ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോ ഹോസ്പിറ്റൽസിലാണെങ്കിലും നിങ്ങൾക്ക് കാണാം ഒരുപാട് ആളുകൾ വന്നു പോകുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു സീസണിലൊക്കെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർ നിങ്ങളോട് മാസ്ക് യൂസ് ചെയ്യാൻ പറയും. ഡോക്ടറെ കാണാൻ കയറുന്നതിന് മുമ്പ് യു ഷുഡ് വെയർ എ മാസ്ക് അല്ലെ. മാസ്ക് എന്തിനാ അങ്ങനെ പറയുന്നത്? കാരണം
ഒരുപാട് രോഗങ്ങളുള്ള രോഗികളാണ് അവിടെ വരുന്നത് അല്ലെ. യെസ്, നമ്മൾക്കറിയാം നമ്മുടെ മുഖത്ത് മാസ്ക് വെക്കുമ്പോൾ ക്ലോസ് ചെയ്യപ്പെടുന്ന 2 പാർട്സ് ആണ്. ഒന്ന് നമ്മുടെ നോസ്ട്രിൽസ്, അത് നോസ്ട്രിൽസ് എന്ന് പറയുന്നത് നമ്മുടെ നോസിന്റെ അറ്റത്തുള്ള 2 ഓപ്പണിങ്സിനെയാണ് നമ്മൾ നോസ്ട്രിൽസ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ മൗത്ത്, ഇത് രണ്ടും നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുക. ആൻഡ് നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. യെസ്, അപ്പോ അതിനുള്ളിൽ കൂടെയൊക്കെ ഈ മൈക്രോ ഓർഗാനിസം കയറി പോകാനുള്ള വഴി ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളോട് കമ്പൽസറി ആയിട്ട് മാസ്ക് ഇടാനായിട്ട് പറയുന്നത്. ഓക്കെ, എത്ര പേര് അത് അനുസരിക്കാറുണ്ട്? അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് വല്ല ജലദോഷമോ വൈറൽ ഫീവറോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മാസ്ക് ധരിക്കുക. എന്തിനാണ് നിങ്ങൾ മാസ്ക് ധരിച്ചിട്ട് സ്കൂളിൽ പോവുക? കാരണം എന്താണ്? അടുത്തുള്ളവർക്ക് പകരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ തുമ്മുന്നുണ്ടാവും, നമ്മൾ ചുമക്കുന്നുണ്ടാവും, അപ്പൊക്കെ നമ്മൾ അറിയാണ്ട് നമ്മുടെ മൗത്തിൽ നിന്ന് ഈ പറഞ്ഞ സലൈവയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തെറിക്കും, ഡ്രോപ്ലെറ്റ്സ് പുറത്തേക്ക് തെറിക്കുന്നുണ്ടോ? ആ ഡ്രോപ്ലെറ്റ്സിൽ കൂടെ ഈ പറഞ്ഞ വൈറസും ബാക്ടീരിയ ഒക്കെ സ്പ്രെഡ് ചെയ്യും. ഓക്കെ, കാരണം അവരൊക്കെ അത്രയും കുഞ്ഞുങ്ങളാണല്ലോ. സോ അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഡോക്ടറെ അടുത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ പാരന്റ് പറയും, ഡോക്ടറെ പെട്ടെന്നാണ് പനി വന്നത്, ആക്ച്വലി എന്താ കാരണം എന്നൊന്നും അറിയില്ല, ഭയങ്കര പെട്ടെന്നായിരുന്നു പനി വരാനുള്ള കാരണം. അപ്പൊ ഡോക്ടർ ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇതുപോലെ പനിയുണ്ടോ? അപ്പൊ പറയും ഇല്ല, വീട്ടിലാർക്കും ഒന്നും ഇല്ല. അപ്പൊ പിന്നെ ഡോക്ടർ അടുത്ത് ചോദിക്കും, ക്ലാസ്സിൽ പോയിട്ട് ക്ലാസ്സിൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ബ്ലസ്സിനോട് ചോദിച്ചാൽ ബ്ലസ്സിൽ പറയും, യെസ്, എന്റെ അടുത്തിരുന്ന വിനായകന് പനി ഉണ്ടായിരുന്നു എന്ന് പറയും അല്ലേ. അപ്പൊ ഡോക്ടർ പറയും, യെസ്, അപ്പൊ വിനായകന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാന്ന് പറയും. അതെന്താണ്? ദാറ്റ്സ് എ വൈറൽ ഫീവർ. അത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകുന്ന രോഗമാണ് അല്ലെ. അന്നേരം നമുക്ക് ആന്റിബയോട്ടിക്സും കാര്യങ്ങളൊക്കെ തരും, നമ്മളോട് പറയും ആ ഡോസേജ് കംപ്ലീറ്റ് എടുക്കണം, ഒരു 5 days ഒക്കെ പനിക്കും എന്നൊക്കെ പറയും അല്ലെ. ഭയങ്കര ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിന്റെ കാര്യങ്ങളൊക്കെ പറയും. ഓക്കെ, അപ്പോ ഡിസീസസിനെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. മുഹമ്മദ് എനിക്ക് ഹാർട്ടൊക്കെ തരുന്നുണ്ട്, എന്തിനാണെന്ന് അറിയില്ല, തിരിച്ച് ഞാനൊരു ഹാർട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഡിസീസിനെ നമുക്ക് 2 ആയിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും. അത് ആർക്കൊക്കെ പറയാൻ പറ്റുമോ? 2 തരത്തിൽ നമുക്ക് ഡിസീസസിനെ തരംതിരിക്കാനായിട്ട് പറ്റും. അത് ഏതൊക്കെയാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മലയാളത്തിൽ പറഞ്ഞാൽ മതി, നിങ്ങൾ ആരും തന്നെ ഇംഗ്ലീഷിലൊന്നും പറയാനൊന്നും വേണ്ട. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം. ഞാൻ ഒറ്റയ്ക്ക് തന്നെ സംസാരിച്ച് ഇറ്റ്സ് വെരി ബോറിംഗ് അല്ലെ. അപ്പൊ നിങ്ങളും കൂടി ഇന്ററാക്ട് ചെയ്യണം. മാം ഞാൻ പറയാം ഇന്ററാക്ട് ചെയ്ത് വായു. ഓക്കെ, ഡിസീസസിനെ, രോഗങ്ങളെ നമുക്ക് 2 തരത്തിൽ നമുക്ക് തരംതിരിക്കാനായിട്ട് പറ്റും. അത് ഏതൊക്കെയാണ്? അബാനെ, അഞ്ജലി, മുഹമ്മദ് ഏതൊക്കെയാണ്? വിനായക്, ബ്ലെസൻ, ശ്രുതി, ആൽവിൻ, അൽഹാൻ ആണല്ലേ, അൽവിൻ അല്ല. സർ ഈ തേർഡ് അഞ്ജലിയുടെ മുകളിൽ അൻഹ, അഭാൻ, ഇസാൻ, മുഹമ്മദ് ഇസാൻ, അഷ്ല, മുഹമ്മദ് ഇഷാൻ. ഓക്കെ, മുഹമ്മദ് കമന്റ് ചെയ്തിട്ടുണ്ട്. മുഹമ്മദിന്റെ ഫുൾ നെയിം എന്താ? മുഹമ്മദ് ഇസാൻ കമന്റ് ചെയ്തിട്ടുണ്ട്. അല്ല, താഴേക്ക് പോയി. യെസ്, ഇസാൻ തന്നെയാണ്. മുഹമ്മദ് ഇസാൻ കമന്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ മുഹമ്മദ്. ഏതാണ്? നമുക്ക് ഡിസീസസിനെ 2 ആയിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും. ഒന്ന് പകരുന്ന രോഗങ്ങളും, രണ്ടാമത്തത് പകരാത്ത രോഗങ്ങളും. ഓക്കെ, അതായത് പകരുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. എന്താണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഓക്കെ, അതാണ് കേട്ടോ പകരുന്ന രോഗങ്ങള്. ഒരാളിൽ നിന്നും മറ്റൊരാൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിനായകന്റെ കയ്യിൽ നിന്ന് ബ്ലെസ്സന്റ് കിട്ടിയില്ലേ, ഇനി ബ്ലെസ്സന്റെ കയ്യിൽ നിന്ന് ബ്ലെസ്സന്റെ വീട്ടിലുള്ളവർക്ക് കിട്ടും. അങ്ങനെ ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് ഇങ്ങനെ പകർന്നു പോകുന്ന രോഗങ്ങളാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഓക്കെ, ഇനി പകരാത്ത രോഗങ്ങളുണ്ട്. പകരാത്ത രോഗങ്ങൾക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? പകരാത്ത രോഗങ്ങൾക്ക് ആർക്ക് പറയാൻ പറ്റും? പകരാത്ത രോഗങ്ങൾക്ക് എക്സാമ്പിള് ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്ത് ആർക്ക് പറയാൻ പറ്റും? പകരാത്ത രോഗങ്ങൾ ഇതൊക്കെയാണ് മാം. ആർക്കൊക്കെ പറയാൻ പറ്റും? ഇസാൻ കറക്റ്റ് ആണ്. ഇതും ഇസാൻ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ സർ, ഇഷാൻ ഹാൻഡ് റൈസ് ചെയ്തിട്ട് ഇഷാനെ വിളിച്ചേ. ഇഷാൻ പറഞ്ഞോ. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് എക്സാമ്പിൾ ആ മാം ചോദിച്ചത്. ഒരു ഉദാഹരണം പറയാൻ പറ്റുമെന്ന്.
മ്യൂട്ടായി തോന്നുന്നു സാർ. അല്ല, ഓക്കെ. ആ യെസ് കറക്റ്റ് ആണ് ബ്ലെസൻ. അപ്പൊ ഇസാൻ കമന്റ് ചെയ്തത് ഫസ്റ്റ് മാം പറയാം, തലവേദന കറക്റ്റ് ആണ്. തലവേദന പകരില്ല, പകരാത്ത രോഗമാണ് തലവേദന. നമുക്ക് കാലുവേദന അത് ഇതൊക്കെ വരാണെങ്കിൽ അതൊന്നും പകരില്ല അല്ലെ. പിന്നെ ക്യാൻസർ കറക്റ്റ് ആണ് കേട്ടോ ബ്ലെസൻ. ആ യെസ് ത്രോട്ട് പെയിൻ, ആക്ച്വലി ത്രോട്ട് പെയിൻ ഒക്കെ വരുന്നത് നമുക്ക് കോൾഡിന്റെ ഭാഗമായിട്ടാണ്. അതായത് നമുക്ക് ജലദോഷം വരുമ്പോഴാണല്ലോ ത്രോട്ട് പെയിൻ ഒക്കെ വരും. അത് ആക്ച്വലി പകരും. നമ്മുടെ കോൾഡിൽ വരുന്ന കാര്യങ്ങൾ, നമുക്ക് തുമ്മല് വരിക, മൂക്കടപ്പ് വരിക, അതൊക്കെ കോൾഡാണ്. കോൾഡ് സ്പ്രെഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ. കഫക്കെട്ട്, ആ കഫക്കെട്ടൊക്കെ ഇതിന്റെ ഒരു പാർട്ടായിട്ട് വരുന്നതാണ് അൽഹാനെ. ഓക്കെ യെസ്. അപ്പൊ അതെന്താണ്, വൈറസ് മൂലമാണ് വരുന്നത്. അപ്പൊ അത് സ്പ്രെഡ് ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ പോലെ ക്യാൻസർ, തലവേദന അതൊന്നും എന്ത് ചെയ്യില്ല, സ്പ്രെഡ് ചെയ്യില്ല കേട്ടോ. അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ. ക്യാൻസർ. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡയബറ്റീസ്, ഷുഗർ എന്ന് കേട്ടിട്ടില്ലേ? ഷുഗർ ഉണ്ട് എന്നൊക്കെ പറയില്ലേ? ഷുഗർ ആണ് എനിക്ക്, അതുകൊണ്ട് പഞ്ചസാര ഞാൻ കഴിക്കാറില്ല. അതൊക്കെ എന്താണ്? യെസ്, അതൊക്കെ എന്താ, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. അപ്പൊ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. കമ്മ്യൂണിക്കബിൾ ഡിസീസിനും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനും. തലകറക്കം. ഓക്കെ ശ്രുതി, ശരിയാ, തലകറക്കം വരുന്നത് ഇപ്പൊ നമുക്ക് ചിലവർക്കൊക്കെ പ്രഷറൊക്കെ കുറഞ്ഞിട്ട് തലകറക്കമൊക്കെ വരും, അതൊന്നും പകരുന്നില്ല. കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ യെസ്. അപ്പൊ കമ്മ്യൂണിക്കബിൾ ഡിസീസിനും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിനും ഉള്ള എക്സാമ്പിൾസ് ആണ് മാം ഇവിടെ കൊടുത്തിരിക്കുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരാളിൽ നിന്നും മറ്റൊരാൾക്ക് പകരുന്നാന്ന് പറഞ്ഞു. അതിന് എക്സാമ്പിൾസ് ആണ് ഡെങ്കു ഫീവർ, ജോണ്ടിസ്, ഹെപ്പറ്റൈറ്റിസ് എ, ട്യൂബർകുലോസിസ് ഒക്കെ. ഓക്കെ. ഇനി അടുത്തത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. അതിന് എക്സാമ്പിൾ ആണ് ക്യാൻസർ, ഡയബറ്റീസ്. ഡയബറ്റീസ് എന്ന് പറയുന്നത് ഹാർട്ട്, ഇത് നമ്മുടെ ഷുഗർ, ഇതാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ വരുന്നത് എന്താണ്, ഹാർട്ട് ഡിസീസസ്. ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ. പിന്നെ റെസ്പിറേറ്ററി ട്രാക്ട് ഡിസീസസ്. റെസ്പിറേറ്ററി ട്രാക്ട് ഡിസീസസ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ ചിലവർക്ക് ആസ്മയൊക്കെ ഉണ്ടാവില്ല, ശ്വാസം മുട്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്താണ്, ആക്ച്വലി നോൺ കമ്മ്യൂണിക്കബിൾ ആണ് കേട്ടോ. ഓക്കെ. ഇത് നോട്ട് ചെയ്തേക്ക് കേട്ടോ. ശ്രുതി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രുതി ഹാൻഡ് റൈസ് ഒന്ന് ഇതാ. അതാണോ ജോണ്ടിസ് എന്താണെന്ന് ചോദിക്കാനാണോ ശ്രുതി? ഓക്കെ. ജോണ്ടിസ് എന്ന് പറയുന്നത് നമ്മൾ മഞ്ഞപ്പിത്തം എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. Not it? ഓക്കെ. അപ്പോ ഇനി ഒരു ഡെഫിനിഷൻ കാണിച്ചു തരാം ഞാൻ, കമ്മ്യൂണിക്കബിൾ ഡിസീസിനുള്ള ഡെഫിനിഷൻ ഇതാണ്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ദോസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതേഴ്സ്. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന രോഗങ്ങളെയാണ് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ഇനി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് ഒരു ഡെഫിനിഷൻ നിങ്ങളോട് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് എങ്ങനെ എഴുതാൻ പറ്റും? ഇതുപോലെ തന്നെ എഴുതാം നമുക്ക് അല്ലെ. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് those which ഇവിടെ എന്ത് എഴുതണം നമുക്ക്? do not spread from one person to others. അല്ലെ, അവിടെ ഒരു do not വെച്ചാൽ മാത്രം മതി കേട്ടോ. ഓക്കെ. do not spread from one person to others. ഇതാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയില്ലേ? അപ്പൊ രോഗങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാണ് കിട്ടി. ഏതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ് എന്നുള്ളതും കിട്ടി. ഓക്കെ. ഇനി മാം പറഞ്ഞു നമ്മുടെ മാസ്ക് വെക്കുന്നതിന്റെ ആവശ്യകത എന്താന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ മൂക്കും വായാണ് നമുക്ക് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. ആൻഡ് ഈ പറഞ്ഞ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടല്ലോ, ഇവർക്ക് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാണെന്നറിയോ?
37°C ആണ് കേട്ടോ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ. ഒരു ഹ്യൂമന്റെ, ഒരു മനുഷ്യന്റെ ശരാശരി ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള താപനില എന്ന് പറയുന്നത് 37°C ആണ്. എസ്പെഷ്യലി ഈ ഒരു ഇതിൽ ടെമ്പറേച്ചറിൽ നമ്മുടെ ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസത്തിനൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ടെമ്പറേച്ചറാണ്. പെട്ടെന്ന് തന്നെ അവർക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചറാണ്. അതുകൊണ്ട് ഏതെങ്കിലും മൈക്രോ ഓർഗാനിസം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഈ നമ്മുടെ മൂക്കിലൂടെ വായിലൂടെ അവര് നമ്മുടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരിതുപോലെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നു. കണ്ടോ, ഒറ്റയടിക്ക് അവര് സ്പ്രെഡ് ചെയ്യും. അവർക്ക് ഭയങ്കര ഫാസ്റ്റിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമ്മളെ പോലെ നല്ല അവര് ഭയങ്കര സ്പീഡിലായിരിക്കും അവരുടെ സ്പ്രെഡിങ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈ സ്പീഡാണ് അവർക്ക് വരുന്നത്. അതുപോലെ തന്നെയാണ് കൊറോണ. അതുകൊണ്ടാണ് കൊറോണ ഇത്ര പെട്ടെന്ന് എല്ലാവിടേക്കും നമ്മുടെ ലോകം മൊത്തം എത്തിയത്. അങ്ങനെ പെട്ടെന്ന് ലോകം മൊത്തം എത്തുന്ന ഒരു രോഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് പാൻഡമിക്സ്. ഓക്കെ, പാൻഡമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരും കമ്മ്യൂണിക്കബിൾ ഡിസീസ് തന്നെയാണ്. ഇത് ആരും ഒരാൾ വായിക്കോ, ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഇത് ഉറക്കെ വായിക്കാൻ പറ്റിയ ഒരാൾ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഫസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യുന്ന ആളെ വിളിക്കാം മാം. ഓക്കെ ശ്രുതി, പറഞ്ഞോ, പാൻഡമിക്സ് വായിച്ചോ. When communicable diseases spread to other countries or continents and affect a large number of people, it is called a pandemic. Smallpox, tuberculosis, plague, COVID-19, etc. are some pandemics that we have survived. ഓക്കെ, വെരി ഗുഡ് ശ്രുതി, വെരി ഗുഡ്. നല്ല രീതിയിൽ തന്നെ വായിച്ചു കേട്ടോ. ഓക്കെ, പാൻഡമിക്സ് എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസ് തന്നെയാണ് ഇവരും പകർച്ചവ്യാധികളാണ്. പക്ഷെ എങ്ങനെയാണ്? ഇവര് ലോക്കൽ അല്ല കേട്ടോ. ഇവരുടെ റേഞ്ച് വേറെ അത്ര. ഇവരെങ്ങനെയാണ് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക്, വേറെ വേറെ കോണ്ടിനെന്റ്സിലേക്ക്, അതായത് വേറെ ഭൂഖണ്ഡങ്ങളിലേക്ക്, അങ്ങനെ അവിടെയൊക്കെ സ്പ്രെഡ് ചെയ്ത് അവിടെയൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെ അഫക്ട് ചെയ്യും. അതാണ് ഇവര്. നമ്മൾ പറയില്ലേ, സാധാ ഒരു പനി പോലെ ലോക്കൽ ആളൊന്നല്ല, എന്റെ ഇത് അങ്ങോട്ട് കളിയൊക്കെ വേറെ ലെവലിലാന്നൊക്കെ പറയില്ലേ, വലിയ അധോലോകാണ്, വലിയ ഇതാന്നൊക്കെ പറയില്ല. അതുപോലെ തന്നെയാണ് പാൻഡമിക്സുകാര്. ഇവര് രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നവരാ. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു പാൻഡമിക് ആണ് COVID-19 അല്ലെ. COVID-19 നമ്മുടെ ഇവിടെയൊക്കെ അറിയപ്പെടുന്ന വേറൊരു പേരിലാണ്. ആ പേരൊന്ന് പറയാമോ? ആ പേരൊന്ന് പറയാമോ? പ്ലീസ് കമന്റ്. എന്താ നമ്മൾ പറയാ? നമ്മൾ ആരും തന്നെ COVID-19, എനിക്ക് തോന്നുന്നില്ല നിങ്ങളൊക്കെ COVID-19 പറയുന്നുള്ളത്. നമ്മൾ പറയുന്നത്, നമ്മുടെ ന്യൂസ് പേപ്പേഴ്സ് പറയുന്നതൊക്കെ ഒരേ പേരാണ്. എന്ത്? യെസ് ശ്രുതി, യെസ് ശ്രുതിക്ക് മാത്രമേ അറിയുള്ളൂ, ബാക്കി ആർക്കും അറിയില്ലേ? ശ്രുതിക്ക് മാത്രമേ അറിയുള്ളൂ. ഭാൻ കറക്റ്റ് ആണ്. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്തേ. എല്ലാവരും എത്ര പേർക്ക് അറിയാൻ ഞാൻ നോക്കട്ടെ. ആരെങ്കിലും ഒക്കെ കമന്റ് ചെയ്തോളുന്നു. ഞാൻ അങ്ങനെ അനങ്ങാണ്ടിരിക്കാം. അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ബ്ലെസൻ മാത്രം കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു ഫുൾ ഇതിൽ പറഞ്ഞു. ഓക്കെ, യെസ്. ഓക്കെ, മുഹമ്മദ് ഇഷാൻ. ഓക്കെ, കറക്റ്റ്. ഓക്കെ, ദെൻ ബാക്കിയുള്ളവര് അഞ്ജലി, ഇസാൻ എവിടെ? സർ ലാസ്റ്റ് ഉള്ള ആളുടെ പേര് നിരഞ്ജന. ഓക്കെ, യെസ്, എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. കൊറോണ എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് എ കൊറോണ? And what is the relation between corona and COVID-19? Is there any relation? Yes, Alhan, correct. What is a corona? Alhan matra panatullo. What is a corona? ഇത്ര സമയോ കൊറോണ എന്താന്ന് ടൈപ്പ് ചെയ്യാൻ? അൽഹ ഭയങ്കര സിമ്പിൾ ആയിട്ട് ടൈപ്പ് ചെയ്തൊരു സാധനം. മാം ഇതൊക്കെ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് പ്ലീസ് മാം. യെസ്, ബ്ലെസൻ കറക്റ്റ് ആണ്. ബ്ലെസൻ ആദ്യം there is no relation between corona and COVID-19 and it's a disease. Both are disease, right Shruti? No, ശ്രുതി പറയുന്ന രണ്ട് ഡിസീസ് ആണ്, രണ്ട് ഒരു ബന്ധമില്ലാതെ. ബ്ലെസൻ അങ്ങ് പറഞ്ഞു കൊടുത്തേ. ബ്ലെസൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ബ്ലെസൻ പറഞ്ഞു തരട്ടെ ശ്രുതി, ഇപ്പൊ എന്താണ് തമ്മിലുള്ള റിലേഷൻ എന്താന്ന്? പറഞ്ഞോ ബ്ലെസൻ. പെട്ടു. കൊറോണ വൈറസ്
പറയൂ ബ്ലസ. കൊറോണ വൈറസ് 2019 എന്താണ്? 2019 കൊറോണ വൈറസ് ലോകത്ത് ബാധിച്ചത്. കൊറോണ വൈറസ് ത്രൂ ആയിട്ട് ബാധിച്ച് 2010. ഇതാണോ അവർ തമ്മിലുള്ള റിലേഷൻ? 2020 ഞാൻ ഇതല്ല ചോദിക്കുന്നത്. ഓക്കെ, വാട്ട് എവർ, ഞാൻ പറഞ്ഞുതരാം. അതായത് ബ്ലെസൻ ഓൾറെഡി പറഞ്ഞു, കൊറോണ എന്ന് പറഞ്ഞ മക്കളെ, കൊറോണ ഈസ് നോട്ട് എ ഡിസീസ്. കൊറോണ ഒരിക്കലും ഒരു രോഗമല്ല കേട്ടോ. കൊറോണ എന്ന് പറയുന്നത് കൊറോണ, ഓക്കെ, കൊറോണ ഈസ് എ വൈറസ്. കൊറോണ ഒരു വൈറസ് ആണ് കേട്ടോ. ഒരു മൈക്രോ ഓർഗാനിസം ആണ് വൈറസ് കേട്ടോ. വൈറസ് എന്ന് പറയുന്നത് ഒരു മൈക്രോ ഓർഗാനിസം ആണ് കേട്ടോ. വൈറസ് എന്ന് പറയുന്നത് ഒരു മൈക്രോ ഓർഗാനിസം. ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ കൂട്ടത്തിൽ വരുന്ന ഒരാളാണ് കൊറോണ. ഓക്കെ, ഈ കൊറോണ കോവിഡ് തമ്മിലുള്ള ബന്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, COVID-19 എന്ന് പറഞ്ഞിട്ടുള്ള രോഗം ഉണ്ടാക്കുന്നത് ആരാണ്? കൊറോണയാണ്. COVID-19 എന്ന് പറയുന്നത് ഒരു രോഗമാണ് കേട്ടോ. ഇസ് എ ഡിസീസ്. ഇതൊരു രോഗമാണ്. ഈ രോഗം ഉണ്ടാക്കുന്ന ആളുടെ പേരാണ് കൊറോണ വൈറസ്. മനസ്സിലായോ? കേട്ടോ ശ്രുതി? കൊറോണ വൈറസും COVID-19 തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ? COVID-19 ഉണ്ടാക്കുന്ന ആളാരാണ്? കൊറോണയാണ്. ആൻഡ് ഈ COVID-19 ഒരു ഫുൾ ഫോം ഉണ്ട്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, എന്താണെന്നറിയോ? കൊറോണ വൈറസ് ഡിസീസ് ഓഫ് 2019. സി, നിങ്ങളിവിടെ സോറി കേട്ടോ, നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. ചില ലെറ്റേഴ്സ് എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാ കൊറോണ വൈറസിന്റെ CO എടുത്തു ഉണ്ടാവും. ഇനി അടുത്തത് വൈറസിന്റെ VI എടുത്തു ഉണ്ടാവും. ഇനി ഡിസീസിന്റെ D എടുത്തു. ഇനി 2019ന്റെ 19 എടുത്തു. ഉണ്ടോ? അങ്ങനെയാണ് ഇത്ര ഒരു പേരുണ്ടാക്കിയത് ഇവര്, COVID-19. അതിന്റെ ഫുൾ ഫോം എന്താ? കൊറോണ വൈറസ് ഡിസീസ് ഓഫ് 2019. അതായത് 2019ന്റെ അവസാന കാലത്ത്, അതായത് 2019 അവസാന കാലം എന്ന് പറഞ്ഞാൽ ഡിസംബർ മാസത്തിൽ. ഓക്കെ, ഡിസംബർ മാസത്തിലാണ് ഈ പറഞ്ഞ കൊറോണ എന്ന് പറഞ്ഞ വൈറസിന് ആദ്യമായിട്ട് ആ സ്പ്രെഡിങ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ചൈനയിലായിരുന്നു. ചൈനയിലെ വുഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് അവിടെയാണ് കൊറോണ വൈറസിന്റെ പ്രസൻസ് സ്ഥിരീകരിച്ചത്. അതിനുശേഷം ഇത് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇത്രയും കോണ്ടിനെന്റ്സിലേക്കൊക്കെ അത് സ്പ്രെഡ് ചെയ്തു. ലോകം മൊത്തം നമ്മൾ ലോക്ക്ഡൌൺ ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മുടെ രാജ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ലോക്ക്ഡൌൺ. നമ്മൾ ആരും പുറത്തിറങ്ങാണ്ട് ഒരുപാട് നാളിരുന്നു. ട്രാൻസ്പോർട്ടേഷൻസ് ഒക്കെ അഫക്ട് ചെയ്തു അല്ലെ. അങ്ങനെ ഒരു വലിയൊരു സർവൈവലാണ് നമ്മൾ നടത്തിയത് അല്ലെ. കോവിഡിൽ നിന്ന് നമ്മൾ എല്ലാവരും മാസ്ക് വെച്ച് മാത്രം പുറത്തിറങ്ങുള്ളായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നതും ഒരുപാട് വർക്ക് ഫ്രം ഹോംസ് ഒക്കെ ആയതൊക്കെ എന്താണ് നമ്മൾ COVID-19 വെച്ചിട്ടാണ്. അങ്ങനെ എത്ര നാൾ നമുക്ക് അടച്ചിടാൻ പറ്റും അല്ലെ. അത് നമ്മൾ അങ്ങനെ അടച്ചിട്ട് കഴിഞ്ഞ് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ എന്താ ഇക്കണോമിക് ഇതിനെ ബാധിക്കില്ലേ, സാമ്പത്തിക സ്ഥിതിനെ ബാധിക്കില്ലേ. സ്കൂളുകൾ തുറക്കുന്നില്ല, കുട്ടികളുടെ വിദ്യാഭ്യാസം കാര്യങ്ങള്, പിന്നെ ആളുകൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അതിനൊക്കെ അഫക്ട് ചെയ്യും അല്ലെ. അപ്പോ അങ്ങനെയുള്ള ഒരു ഡിസീസ് ആയിരുന്നു ഈ ഒരു COVID-19 എന്ന് പറയുന്നത്. മുൻകാലങ്ങളിൽ ഇതുപോലെ വന്നിട്ടുണ്ട്, ചില പാൻഡമിക്സ് ഒക്കെ വന്നിട്ടുണ്ട്. അവരുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്ലേഗ്, ട്യൂബർകുലോസിസ്, സ്മോൾ പോക്സ് ഒക്കെ അതും ഇതുപോലെ ബാധിച്ച രോഗങ്ങളായിരുന്നു കേട്ടോ. അതിൽ നിന്നൊക്കെ നമ്മൾ സർവൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിനൊക്കെ ഇപ്പൊ വാക്സിൻസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ കിട്ടിയില്ലേ? യെസ്. ഇനി അടുത്തത് പാത്തോജൻസ്. അടുത്ത ഒരു ടേം ആണ് പാത്തോജൻസ്. എന്താണ് പാത്തോജൻസ്? ഇതാരെ വായിക്കോ? ഒരു ബോയ് വന്നേ വായിക്കാനായിട്ട്. ഇത് ആർക്ക് വായിക്കാൻ പറ്റും? പാത്തോജൻസിന്റെ ഡെഫിനിഷൻ ഒന്ന് എനിക്ക് വായിച്ചു തന്നെ. ഒരു ബോയ് വന്നേ, ഒരു ബോയ് ഹാൻഡ് റൈസ് ചെയ്തേ. ആര് സർ? അൽഹാൻ, പറഞ്ഞോ. Most communicable diseases are caused by microorganisms like bacteria, virus, and fungus that cannot be seen with the naked eyes. They are called pathogens because they cause diseases. Okay, very good, Alhan. പാത്തോജൻസ് പറയുന്നത് എന്താണ്?
എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഈ പറഞ്ഞ പകർച്ചവ്യാധികളില്ലേ, പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്ന രോഗകാരികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാത്തോജൻസ്. രോഗകാരികളായ മൈക്രോ ഓർഗാനിസംസിനെ മാം പറഞ്ഞു. മൈക്രോ ഓർഗാനിസത്തിന് എക്സാമ്പിൾസ് ആണ് ബാക്ടീരിയ, വൈറസ്, ഫംഗൈ, ഇതൊക്കെ കേട്ടോ. അപ്പൊ ഇവരൊന്നും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. നമുക്ക് എന്ത് വേണം, ഈ ഷുഡ് യൂസ് മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ എല്ലാവരും? മൈക്രോസ്കോപ്പ് കണ്ടിട്ടുണ്ടോ? യെസ്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവര് ലാബില്, സ്കൂൾ ലാബിൽ ഒന്ന് നോക്കാം കേട്ടോ. ടീച്ചറോട് പറയാം കാണിച്ചു തരാനായിട്ട്. ഓക്കെ ഓക്കെ, ഇത് എഴുതിയെടുക്കോ. ഓക്കെ ഡൺ. യെസ്. അപ്പൊ പാത്തോജൻസ് കിട്ടി. ഓക്കെ, ഇനി മാം പറയാൻ പോകുന്നത് വെക്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. ഇതൊക്കെ ബയോളജിക്കൽ ടേംസ് ആണ് കേട്ടോ. ആക്ച്വലി മാം ഇപ്പൊ പറയുന്ന പാൻഡമിക്സ്, പാത്തോജൻസ്, വെക്ടേഴ്സ്, ഓക്കെ, ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ബെറ്റർ ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്, നല്ലതാണ്. ബയോളജിക്കൽ ടേംസ് ഒക്കെ നിങ്ങൾ പഠിക്കും ഇതെല്ലാം. ഓക്കെ, വെക്ടേഴ്സ് എന്ന് പറയുന്നത് മാം നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോ റാറ്റ് ഫീവർ, എലിപ്പനിക്ക് കാരണമാകുന്നത് എലികളാണ് അല്ലെ. അവരുടെ ബോഡിയിലാണ് ഈ പറഞ്ഞ എലിപ്പനിക്ക് കാരണമാകുന്ന പാത്തോജൻസ് ഉള്ളത്. ഓക്കെ, പക്ഷെ ആ എലിക്ക് അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാവില്ല, നമുക്കാണ് ദോഷം അല്ലെ. യെസ്, പുള്ളിക്കാരൻ ഇങ്ങനെ ഇതിനെ കൊണ്ട് നടക്കും. അപ്പോ അങ്ങനെ ഈ പറഞ്ഞ രോഗകാരികളെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ആനിമൽസിനെ നമ്മൾ പറയുന്ന പേരാണ് വെക്ടേഴ്സ്. ഓക്കെ, ഇത് ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ? ഇതുവരെ വായിക്കാത്ത ഒരാൾക്ക് വായിക്കാൻ പറ്റുമോ? അത് ഇതുവരെ വായിക്കാത്ത ഒരാൾക്ക് വായിക്കാനായിട്ട് പറ്റുമോ? ഇത്രയ്ക്ക് ധൈര്യമുള്ളവരാകെ രണ്ടുപേരെ ഈ കൂട്ടത്തിലുള്ളൂ. ശ്രുതിയും അൽഹാനും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. നമ്മൾ നേരിട്ട് കാണുന്നേ ഇല്ലല്ലോ കുട്ടികളെ. നിങ്ങൾ എന്തിനാ പേടിക്കണം? ആരെയാ പേടിക്കണം? നിങ്ങൾ ആരെയാ കളിയാക്കുന്നത്? ആരും കളിയാക്കില്ല. വിനായക, ബ്ലെസൻ, നിങ്ങൾക്കൊന്ന് വായിക്കാം, ഒന്ന് വന്നൂടെ? നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി, നമുക്ക് കിട്ടുന്ന ഈ ചെറിയ ഓപ്പർച്യൂണിറ്റി, പിന്നെ ഇതിപ്പോ വായിക്കാൻ കിട്ടില്ല, എത്ര വലിയ ഓപ്പർച്യൂണിറ്റി. മിസ് എന്നിട്ട് ഇപ്പൊ പറയുന്നേ? അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് ആ ഒരു മടിയില്ലേ നിങ്ങളുടെ ഉള്ളിലുള്ളത്, ഞാൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വായിച്ചോളും, ഞാൻ ഇപ്പൊ വായിച്ചിട്ട് വേണ്ട ക്ലാസ് മുന്നോട്ട് പോകാൻ എന്നൊക്കെ ഉള്ള തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ ഇല്ലേ, ജസ്റ്റ് അതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. നിങ്ങള് മിടുക്കന്മാരായിട്ട് മുന്നിലേക്ക് വന്നാൽ മാത്രമാണ് ഈ ലോകം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ ബ്ലെസ്, വെരി ഗുഡ് സർ. ബ്ലെസൻ അൺമ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ. Vectors are organisms that bring diseases, carry microorganisms into our bodies outside rat, fleas, mosquito bats, etc. are some of the vector organisms. വെരി ഗുഡ് ബ്ലെസ, വെരി ഗുഡ് ട്ടോ. ഓക്കെ, വെക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? വെക്ടേഴ്സ് ആർ ഓർഗാനിസംസ് ദാറ്റ് ബ്രിങ് ഡിസീസ് ക്യാരിങ് മൈക്രോ ഓർഗാനിസംസ്. ഈ വെക്ടേഴ്സ് എന്ന് പറഞ്ഞ ഓർഗാനിസംസ് കൊണ്ടുവരാണ് ആരെ? നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസീസ് ക്യാരിങ് മൈക്രോ ഓർഗാനിസംസ് ആയ പാത്തോജൻസിനെ കൊണ്ടുവരും, നമ്മുടെ ബോഡിയിലേക്ക് കൊണ്ടുവരുന്ന ജീവികളെയാണ് നമ്മൾ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ്
ഹൗസ് ഫ്ലൈസ്, നമ്മുടെ വീട്ടിലൊക്കെ പറന്ന് നടക്കുന്ന ഈച്ചകള്, പിന്നെ റാറ്റ് ഫ്ലീസ് എന്ന് വെച്ചാൽ എലിയുടെ ഒക്കെ പുറത്ത് കാണുന്ന ചെള്ള്, അതാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ്, ഇതാണ് കേട്ടോ ഫ്ലീ എന്ന് പറയുന്നത്, ചെള്ളുകള്. പിന്നെ മൊസ്കിറ്റോസ്, കൊതുക്. പിന്നെ എന്താണ്, ബാറ്റ് എന്തിനാ ക്യാരി ചെയ്യുന്നേ? നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ഫേമസ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ്, ലൈക്ക് കൊറോണ വൈറസ് പോലെ, COVID-19 പോലെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്. യു ജസ്റ്റ് കമന്റ് ദ കമന്റ് ബോക്സ്, കമന്റ്, ഓൾ ഓഫ് യു പ്ലീസ് കമന്റ്. വെരി ഗുഡ് ബ്ലഷൻ, വെരി ഗുഡ് നിരഞ്ജന. നിപ്പ, ഓക്കെ, യെസ്, ഓക്കെ ശ്രുതി, അവരുടെ സലൈവയിലുള്ള ആണുള്ളത്. യെസ്, നിപ്പ വൈറസിനെയാണ് കേട്ടോ, നിപ്പ ഈസ് എ വൈറസ്. ഓക്കെ, യെസ്, നിപ്പ വൈറസിനെയാണ് ഇവര് ക്യാരി ചെയ്ത് നടക്കുന്നത്. ഓക്കെ, ആക്ച്വലി നിപ്പയുടെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, നിപ്പ. ഓക്കെ, യെസ്. അപ്പോൾ ഡെങ്കു അല്ല കേട്ടോ, ഡെങ്കു വരെ മൊസ്കിറ്റോസ് ആണ്. ബാറ്റ് ക്യാരി ചെയ്യുന്ന നിപ്പ വൈറസിനെയാണ്. നിപ്പ എന്നുള്ള പനിക്ക് കാരണമാവുന്ന വൈറസിനെയാണ്. ഈ പറഞ്ഞ പോലെ, ശ്രുതി പറഞ്ഞ പോലെ, ഇവരുടെ സലൈവയിലാണ് ഇതിരിക്കുന്നത്. ഓക്കെ, സലൈവയിലാണ്. അപ്പൊ ഇവര് കടിച്ച ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിൽ എന്തുണ്ടാവും, ഈ വൈറസിന്റെ കണ്ടന്റ് ഉണ്ടാവും, അത് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യും. നമ്മൾ വീക്ക് ആയിട്ടുള്ള സമയത്ത്, നിങ്ങളൊരു കാര്യം ആലോചിക്കാം, നമുക്ക് എന്ത് രോഗം വരണമെങ്കിലും നമ്മുടെ ബോഡി വീക്ക് ആയിരിക്കണം. നമ്മുടെ ബോഡിയിലുള്ള ഇമ്മ്യൂണിറ്റി കുറവാണെങ്കിൽ മാത്രമാണ് അവർക്ക് നമ്മളെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് അവർക്ക് നമ്മുടെ ബോഡിയിൽ കയറി ആക്രമിക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അവരോട് സ്ട്രോങ് ആയിട്ട് പൊരുതും. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള ജീവികളെ നമ്മൾ വെക്ടേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ പറയാറുണ്ട് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഭക്ഷണങ്ങളൊക്കെ ആയിരിക്കും അല്ലെ. പക്ഷെ ഒരു ഹോട്ടലിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഭക്ഷണങ്ങളൊക്കെ തരും, പക്ഷെ അവിടെ നിറച്ച് ഈച്ചയും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ കയറും അവിടെ? ഇല്ല അല്ലെ, കയറില്ല. നമ്മൾ എന്താ പറയാ, വൃത്തിയില്ലാത്ത സ്ഥലം എന്ന് നമ്മൾ പറയുള്ളൂ അല്ലെ. ഇഫ് നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ കൂടി നമ്മൾ ഈച്ചനെ ചെറുതായിട്ട് ആട്ടിക്കളയൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യരുത് കേട്ടോ മക്കളെ. ആട്ടിക്കളയണമെന്നല്ല പറയുന്നത്, പക്ഷെ ഈച്ച വന്നിരിക്കാൻ അനുവദിക്കരുത്. ഈ പറഞ്ഞ ഈച്ചകളൊക്കെ ഉണ്ടല്ലോ, എവിടെയൊക്കെ കാണാം, ഈ ഡെഡ് ആൻഡ് ഡീക്കേഡ് ആയിട്ടുള്ള സംഭവങ്ങൾ. ഡെഡ് ആൻഡ് ഡീക്കേഡ് എന്ന് പറയുന്നതാണ് എന്താണ്, ചത്തതും ചീഞ്ഞതുമായിട്ടുള്ള സാഹചര്യങ്ങളാണ് അവർ വളരുന്നത്. പിന്നെ മാത്രമല്ല, ഒരുപാട് എന്താ പറയുക, ആനിമൽസിന്റെ എക്സ്ക്രീറ്റം ഒക്കെ ഇല്ലേ, വിസർജ്യം ഒക്കെ ഇല്ലേ, അതുമൊക്കെ പോയിരിക്കും. അവർ കുളിക്കുന്നുണ്ടോ 2 നേരം നമ്മളെ പോലെ? ഇല്ല അല്ലെ, അവർ കുളിക്കുന്നൊന്നുമില്ല. അവര് വന്നിട്ട് ഈ പറഞ്ഞ നമ്മുടെ ഫുഡിലൊക്കെ കയറിയിരിക്കും. കണ്ടോ, നമ്മളിപ്പോ പഴമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡിലൊക്കെ കയറിയിരിക്കും. അവരുടെ ബോഡിയിലുള്ള ബാക്ടീരിയാസും ഫംഗസും ഒക്കെ ഈ ഫുഡിൽ വരും. നമ്മളിതൊന്നും അറിയാണ്ട് നമ്മൾ അതെടുത്ത് കഴിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് ഒരുപാട് രോഗങ്ങളൊക്കെ വരാൻ, ഫുഡ് പോയിസൺ ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുപോലെ പാരന്റ്സിനോട് പറയാ, അല്ലെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അടച്ചു വെക്കുക. എന്തെങ്കിലും ഇതുപോലെ നെറ്റ് തന്നെ വേണമെന്നില്ല, വേറൊരു പ്ലേറ്റ് എടുത്ത് മൂടിയാലും മതി. ഓക്കെ, നിങ്ങളുടെ വീട്ടില് ഇങ്ങനെ നിങ്ങളെ ഫുഡ് കഴിക്കാൻ വിളിക്കുമ്പോൾ ഓൺ ടൈം തന്നെ ഫുഡ് കഴിക്കാൻ ചെല്ലാം. കുറെ നേരം ഫുഡ് അവിടെ തുറന്നിരിക്കാൻ അനുവദിക്കരുത് കേട്ടോ. അതിൽ ഓരോന്ന് വന്ന് വീഴാനും അത് നമ്മൾ അറിയാണ്ട് എടുത്ത് കഴിക്കാനും കാരണമാകും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മൊസ്കിറ്റോസ് അല്ലെ, മൊസ്കിറ്റോസ് മൂലം പല രോഗങ്ങളും പകരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ റെയിനി സീസണിൽ നിങ്ങളുടെ ചുറ്റുപാട് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പഞ്ചായത്തിൽ നിന്നൊക്കെ വന്ന് ആളുകൾ, മുനിസിപ്പാലിറ്റീസിൽ നിന്നൊക്കെ ആളുകൾ വന്ന് നോക്കും. ഓക്കെ, നമ്മുടെ ഏരിയ ഒക്കെ ക്ലീൻ ആൻഡ് നീറ്റ് ആണോ എന്നൊക്കെ നോക്കും. ഓക്കെ, കാരണം എന്താണ്, ഈ മൊസ്കിറ്റോസ് എന്ത് ചെയ്യും, ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്? ഡെങ്കു ഉണ്ടാക്കുന്നുണ്ട് അല്ലെ, ഡെങ്കു ഉണ്ടാക്കുന്നുണ്ട്. പിന്നെന്താണ്, ചിക്കൻ ബോക്സ് ചിക്കൻ ഗുനിയ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ്, മലേറിയ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഫൈലേറിയാസിസ് എന്ന് പറഞ്ഞാൽ മന്ദരോഗം ഉണ്ടാക്കുന്നുണ്ട്. ഇതുകൾ നിങ്ങൾ എഴുതിയെടുക്കണ്ട, അമ്മ ജസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ കഴിവിടാതെ എഴുതിക്കണം. ഓക്കെ, ഡെങ്കുപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ, പിന്നെ അതുപോലെ തന്നെ ഫൈലേറിയാസിസ് എന്ന് പറഞ്ഞാൽ മന്ദരോഗമൊക്കെ ഉണ്ടാക്കുന്നത് ഈ മൊസ്കിറ്റോ ആണ്. ആക്ച്വലി മൊസ്കിറ്റോ കടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ആ കടിച്ച ഭാഗം മാത്രം ഇങ്ങനെ ചൊറിയും, നമുക്ക് അത് മാത്രമേ ഉള്ളൂ. അതിൽ കൂടെ ഇവരുടെ സലൈവയിലൊക്കെ ഇതുപോലെ മൈക്രോ ഓർഗാൻസ് ഉണ്ടാവും. ആ സലൈവയിലുള്ള മൈക്രോ ഓർഗാൻസ് ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം, കണ്ടാ, അതിലൂടെ മൈക്രോ ഓർഗാനിസം വന്ന് നമ്മുടെ ബോഡിയിൽ എത്തി അവർ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. അവർ ഒരുപാടായിട്ട് നമ്മുടെ ബ്ലഡിൽ കൂടെയൊക്കെ അവർ നടക്കും. അങ്ങനെ നമ്മുടെ ബോഡിയിൽ ഓരോ ഭാഗങ്ങളെ അത് എഫക്ട് ചെയ്യാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോ നമ്മൾ ഈ പറഞ്ഞ മൊസ്കിറ്റോസിനെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇനി മൊസ്കിറ്റോസിനെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈവനിങ് ടൈമിലൊക്കെയാണ് ഇവർ കൂടുതലായിട്ടും വരുന്നത്, നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ കയറുന്നത്. ആ ടൈമിലൊക്കെ ഡോസും വിൻഡോസും ഒക്കെ ക്ലോസ് ചെയ്തിടുക. അതുപോലെ തന്നെ നിങ്ങൾ ഇടുന്ന ഡ്രസ്സസ്, നമുക്കറിയാം ഇപ്പൊ നമുക്ക്
വിയർക്കണ സമയമാണ്, തണുപ്പ് ടൈമാണ് അല്ലെ, മഴയൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ലൂസ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഡ്രസ്സസ് ഇടാം, പിന്നെ ലോങ് സ്ലീവ്സ് ഇടാം, ഷർട്ട് ആണെങ്കിലും പാൻസ് ആണെങ്കിലും ലോങ് ആയിട്ടുള്ളത് ഇടാം, കൈയുടെ അറ്റം വരെയുള്ളത് ഇടാം. ഈ പറഞ്ഞ സ്ലീവ്ലെസ്സും ഷോർട്ട് സ്ലീവ്സ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ എന്താണ്, മൊസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യുക, മൊസ്കിറ്റോ റിപ്പലൻസ് ഒക്കെ യൂസ് ചെയ്യുക കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. പിന്നെ നമുക്കിപ്പോ ഒരുപാടുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മൊസ്കിറ്റോ ക്രീംസ് ലോഷൻസ് ഒക്കെ അവൈലബിൾ ആണ്, അതൊക്കെ ഇട്ട് നമ്മളത് യൂസ് ചെയ്യേണ്ടി വരും. പക്ഷെ എന്നാലും അത് നമുക്ക് മാക്സിമം അത് അവോയ്ഡ് ചെയ്യാം, നമ്മുടെ സ്കിന്നിലേക്ക് പറ്റുന്നതൊന്നും വേണ്ട നമുക്ക്. പക്ഷെ മൊസ്കിറ്റോ നെറ്റ്, ഈ പറഞ്ഞ ഡ്രസ്സസ്, അതൊക്കെ വെച്ചിട്ട് നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാം, നമ്മുടെ ബോഡിയിലേക്ക് ടച്ച് ചെയ്യാത്ത രീതിയിൽ കേട്ടോ. ഓക്കെ, പിന്നെ മാം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എലിപ്പനിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, റാറ്റ് ഫീവർ. അതെങ്ങനെയാണ് അതിന്റെ മാം കാണിച്ചു തരാം. ഈ പറഞ്ഞ എലിയുടെ ബോഡിയിൽ ഒരു തരത്തിലുള്ള ചെള്ളുണ്ടാവും, ഫ്ലീസ് എന്നാ പറയും, റാറ്റ് ഫ്ലീസ്. ഓക്കെ, ആ ചെള്ളിലൂടെ ഇത് വരും, ആ ചെള്ള് നമ്മുടെ ഫുഡിലേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് വരാം. അതല്ലാണ്ട് ഈ എലിയുടെ സലൈവ, എലിയുടെ യൂറിൻ, എലിയുടെ എക്സ്ക്രീറ്റ, ഓക്കെ, വിസർജ്യം, അതിലൊക്കെയും ഈ പറഞ്ഞ എലിപ്പനിക്ക് കാരണമാകുന്ന വൈറസ് ഉണ്ട്. വൈറസ് അല്ല, ബാക്ടീരിയ ഉണ്ട്. എലിപ്പനിക്ക് കാരണമാകുന്ന ലെപ്റ്റോസ്പൈറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയ ഉണ്ട്. അത് നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി, അത് മൈക്രോ ഓർഗാനിസം ഉണ്ട്. അപ്പോ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈ മഴക്കാലത്ത് ഇത് കൂടാൻ കാരണം? കാരണം നമുക്കറിയാം, മഴ പെയ്ത് നമ്മുടെ ചുറ്റിനൊക്കെ ഇതുപോലെ വെള്ളമൊക്കെ കെട്ടിക്കെടുക്കും അല്ലെ, ഇവിടെ വെള്ളം കെട്ടിക്കെടുക്കുന്നുണ്ട്. ഈ എലിക്ക് ടോയ്ലറ്റ് ഉണ്ടോ? കറക്റ്റ് ആയിട്ട് ടോയ്ലറ്റിൽ മാത്രമാണോ അവര് ബാത്റൂമിൽ എന്താ പറയാ അവര് പോകുന്നത്? അവരുടെ ഹൈജീൻ ടോയ്ലറ്റിലൊക്കെ പോയിട്ടാണോ? അല്ല, അവര് നടക്കുന്ന വഴിയിലൊക്കെ അവർക്ക് യൂറിൻ പാസ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ഇവര് യൂറിനിൽ കൂടെയൊക്കെ ഇങ്ങനെ കെട്ടിക്കെടുക്കുന്ന വെള്ളത്തിലേക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ എലിക്കൂട്ടൻ ഇവിടെ ഇരുന്ന് യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുക, താഴെ വെള്ളം കെട്ടിക്കെടുക്കുന്നുണ്ട്, അതിലേക്ക് വരികയാണ്. ഇതിന്റെ ഉള്ളില് ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസം ഉണ്ട് കേട്ടോ, പാത്തജൻ ഉണ്ട്. നമ്മളിതൊന്നും അറിയില്ല, നമ്മൾ അതിൽ കൂടെ ഒക്കെ ചവിട്ടിക്കൂട്ടി പോകും. അതിലെന്താ, നമ്മുടെ കാലിൽ മുറിവെങ്ങാനുണ്ടെങ്കിൽ എന്താണ്, ഈ ബാക്ടീരിയ നമ്മുടെ ബ്ലഡിലേക്ക് കിടക്കും, നമ്മുടെ ബ്ലഡിൽ ആകെ സ്പ്രെഡ് ചെയ്യും. സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കോ, നമ്മുടെ ഓർഗൻസ്, നമ്മുടെ വൈറ്റൽ ഓർഗൻസ് ആയ നമ്മുടെ ലിവർ, അതുപോലെ തന്നെ നമ്മുടെ കിഡ്നി, അങ്ങനെയുള്ള ഓർഗൻസിനൊക്കെ ഇത് ബാധിക്കാനായിട്ട് തുടങ്ങും. കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റാണ്ടാവും, ലങ്സിനെ അഫക്റ്റ് ചെയ്യും, ഭയങ്കര പനിയാകും, ഭയങ്കരമായിട്ട് നമുക്ക് ഷിവറിങ് വരും, നമ്മുടെ കണ്ണൊക്കെ റെഡിഷ് ആകും. എലിപ്പനിയൊക്കെ ഭയങ്കര സിവിയർ ആയിട്ട് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും അറിയോ, ഡെത്ത് വരെ സംഭവിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഒരു തവണയും കൂടി കാണിക്കണോ? യെസ്, ഓക്കെ. സി, എലിയുടെ യൂറിൻ, എക്സ്ക്രീറ്റ, പിന്നെ റാറ്റ് ഫ്ലീസ്, ഇതിൽ കൂടെയൊക്കെയാണ് എന്ത് സ്പ്രെഡ് ചെയ്യുന്നത്, ഈ പറഞ്ഞ എലിപ്പനി അല്ലെങ്കിൽ റാറ്റ് ഫീവർ സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ബോഡിയിലുള്ള മുറിവിലൂടെയാണ്. അപ്പൊ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് കളിക്കുന്നത് ഒഴിവാക്കണം കേട്ടോ. അങ്ങനെ ഇങ്ങനെ വെള്ളം തെറിപ്പിച്ച് കളിക്കുക, അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ അതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, സോ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, അതല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ ചിന്തിക്കുക, എലി മാത്രമല്ല, ഡോഗ് ആണെങ്കിലും ക്യാറ്റ് ആണെങ്കിലും എന്താണ്, എല്ലാം ഇതുപോലെ അവർക്ക് വാഷ്റൂമും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവര് ഇങ്ങനെ പോണ വഴിയിലൊക്കെ യൂറിനൊക്കെ പാസ് ചെയ്ത് ഇട്ടിട്ടുണ്ടാകും. ഓക്കെ, യെസ്. അങ്ങനെ നമ്മുടെ ബോഡിയിലേക്ക് അവരുടെ ബോഡിയിലുള്ള പാത്തോജൻസ് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്, നമുക്ക് അതുപോലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? മാമിനോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ റിലേറ്റഡ് ടു ദിസ് ടോപ്പിക്? ക്ലിയർ ആണ്? നോ ഡൗട്ട്? യെസ്, ശ്രുതിക്ക് ഡൗട്ട് ഉണ്ട്. സർ, ശ്രുതിനെ വിളിച്ച്. മുറിവ് മാത്രമില്ലാതെ നമുക്ക് എലിപ്പനി പിടിക്കോ? ഇല്ല, കൂടുതലും നമ്മുടെ ബോഡിയിൽ മുറിവുകൾ ഉണ്ടെങ്കിലാണ് അതിലൂടെ ഇത് എൻ്റർ ചെയ്യുള്ളൂ. അതല്ല നമ്മുടെ ബോഡിക്ക് പുറത്താണെങ്കിൽ അവർ നമ്മുടെ സ്കിന്നിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നില്ലല്ലോ. ഓക്കെ,
വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? അപ്പൊ മക്കളെ മാം പറയട്ടെ, ഇത് നമ്മുടെ ഒരു നിങ്ങളുടെ ഒരു ട്രയൽ ആണല്ലേ, നിങ്ങളിപ്പോ കണ്ടത് നിങ്ങളൊരു ടോപ്പിക് ആണ് കണ്ടത്. അപ്പൊ ഇതുപോലെ ആയിരിക്കും നമ്മുടെ 90+ ക്ലാസ്സസ് പോകുന്നുണ്ടാക്കുക. ഓക്കെ, അപ്പൊ ഓൺ എക്സാം ഒക്കെ വരാറായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഓൺ എക്സാം നമുക്ക് വരും അല്ലേ. അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾ നമ്മുടെ 90+ പെയ്ഡ് ബാച്ചസിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് തന്നെ നിങ്ങൾ ആരെ കോൺടാക്ട് ചെയ്ത ആളെ വിളിച്ചിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ജോയിനിങ് എടുക്കുക. ജോയിനിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ സ്കൂളിൽ പോകുന്ന ക്ലാസ്സസും പിന്നെ അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിന്റെ നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ 90+ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺ ആകണമെങ്കിൽ നിങ്ങൾ നമ്മുടെ പെയ്ഡ് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ മോഡ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതുപോലെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഓരോ സബ്ജക്ട് ബേസ്ഡ് നിങ്ങൾക്ക് ആനിമേഷൻസ് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആവും ഇതിൽ നിന്ന്. ഓക്കെ, പിന്നെ എല്ലാവരും എന്താ പറയുക അൺമ്യൂട്ട് ചെയ്ത് ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. ആൻഡ് പ്ലസ് ഒരു കാര്യം കൂടി, ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നവരാണ്. ആൻഡ് നമ്മുടെ ഇവിടെ ക്യാമറ ഓൺ ചെയ്യാന്നുള്ളത് ഒരു മാൻഡേറ്ററി തിങ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ഒരു റൂൾ പോലെയാണ് ക്യാമറ ഓൺ ചെയ്ത് വെക്കുക എന്നുള്ളത്. ഓക്കെ, വേറെ ഒന്നിനല്ല, നിങ്ങൾ ക്യാമറ ഓഫ് ചെയ്ത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മാമിന് അറിയില്ല നിങ്ങൾ അവിടെ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടോ, നിങ്ങൾ അവിടെ ഉണ്ടോ ഇല്ലേ എന്നൊന്നും മാമിന് അറിയില്ല അല്ലെ. ഇഫ് നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് പ്രോപ്പറായിട്ട് ബുക്കൊക്കെ ഇടിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ ഇരുന്ന വിനായക, ബ്ലെസൻ, അതുപോലെ തന്നെ ശ്രുതിനൊക്കെ എനിക്ക് കണ്ടാൽ ക്ലിയർ ആണ് അവര് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ശ്രുതിയുടെ അനിയനും അനീതിയൊക്കെ വന്ന് ഇടയ്ക്ക് എത്തിച്ച് നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലെസന്റെ ഒക്കെ എത്തിച്ച് നോക്കുന്നുണ്ടെങ്കിലും അവര് കറക്റ്റ് ആയിട്ട് ക്ലാസ്സിലുണ്ടെന്ന് എനിക്ക് ഉറപ്പ് വരുത്താനായിട്ട് പറ്റും അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു റൂളാണ് ക്യാമറ ഓൺ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും നമ്മുടെ 90+ ഇതില് അഡ്മിഷൻ എടുക്കുക. ഓൺ എക്സാമിനൊക്കെ നമുക്ക് പഠിച്ച് മാർക്ക് വാങ്ങിക്കണ്ടേ? നമ്മള് 90+ സ്കോർ ചെയ്യണ്ടേ നമുക്ക്? അപ്പോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് ബൈ, സി യു. നമുക്കിനി റെഗുലർ ക്ലാസ്സിൽ കാണാം. ഓക്കെ, പെട്ടെന്ന് ജോയിനിങ് എടുത്ത് വന്നോളൂ കേട്ടോ. ബൈ, ഗുഡ് നൈറ്റ്.